നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. നോട്ട് വർസാണ് പറഞ്ഞിട്ടുള്ളത്. സെഷൻ കോടതി ഈ രീതിയിലാണ് പറയല്. പക്ഷേ പിണറായി പോലീസ് ആ രീതിയിലല്ല എടുക്കുക. പിണറായി പോലീസിന് ഈ കോടതി വിധി അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ബാധകമാവില്ല. അതുകൊണ്ട് രാഹുലെ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. 15-ാം തീയതി കഴിയാതെ പുറത്തിറങ്ങരുത്. ആരെങ്കിലും രാഹുലിനെ അറിയുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പറയണം. നാളെ തൽക്കാലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണ്ട. ഒരു വോട്ട് ചെയ്തില്ലെങ്കിൽ ആകാശം ഒഴിഞ്ഞു വിടാൻ പോകുന്നില്ല. കൊടുക്കേണ്ടത് കോൺഗ്രസിനല്ലേ. തൽക്കാലം ഒരു വോട്ട് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എന്ന് കരുതാം. രണ്ടാമതൊരു വീഡിയോ കൂടി പറയാനുള്ള ദിലീപിന്റെ കേസാണ്. ദിലീപിന്റെ കേസ് ദിലീപിനെ വെറുതെ വിട്ടു. പക്ഷേ അപ്പുറത്തൊരു അപ്പീലിന്റെ കാര്യം പറയുന്നുണ്ട്. വീഡിയോകൾ എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഇന്ന് പക്ഷേ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. രാവിലെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കേസുണ്ടായിരുന്നു, ഞാൻ പോയതാണ്. എനിക്ക് കുറെ കേസുകളുണ്ട്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി, നിരപരാധികളായ കള്ളക്കേസിൽ കുടുങ്ങുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകൾ വന്നതുകൊണ്ട് കയറിയിറങ്ങി നടക്കുകയാണ്. കുറേ പൈസ ആവശ്യമുണ്ട്. ഞാൻ സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് UPID, അത് തന്നെയാണ് എല്ലാം. പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തന്ന് സഹായിക്കും. ഒരു ഉളുപ്പും നാണോ ഇല്ല എനിക്ക്. അന്തസ്സായിട്ട് ഓരോരുത്തർക്ക് നിരപരാധികളായിട്ടുള്ള ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടി സംസാരിച്ചിട്ടാണ് എനിക്ക് കേസ് വരുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിൽ, അല്ലാതെ ഒരുത്തനെ കാട്ടും മോട്ടിച്ചിട്ടും പിടിച്ചു പറിച്ചിട്ടും ആരെ പീഡിപ്പിച്ചിട്ടും അല്ല എന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാം. ഒരുത്തൻ ഇതിനിടയ്ക്ക് വന്ന് സംസാരിക്കുന്നത് കേട്ടു. ഇതിനിടയിൽ എന്താണ് പിന്നെ നിങ്ങൾ സ്വയം അങ്ങ് പൊക്കുന്നില്ലെന്നു. പിന്നെ ഞാൻ എന്നെ അല്ലാതെ പിന്നെ വേറെ ആരെ പൊക്കണ്ടി? അയൽവക്കക്കാരെ പോയി പൊക്കാൻ പറ്റുമോ? പറ്റൂല. എന്റെ കാര്യങ്ങൾ ഞാൻ പറയും. അതിനാണ് എന്റെ ചാനൽ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇവിടെ കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, നീതി ലഭിക്കാതെ പരക്കം പായുന്ന, ഭരണകൂട ഭീകരത ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വിഭാഗം, കള്ളക്കേസിൽ നാരായണക്കല്ലിളക്കി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവർക്ക് വേണ്ടി ശബ്ദിക്കാനാണ് ഞാൻ എന്റെ ചാനൽ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. ഇതൊരു വാർത്താ ചാനലൊന്നും അല്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു പുണ്യാളച്ചനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ കള്ളക്കേസ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഭരണകൂട ഭീകരത അയാളുടെ മണ്ടയിൽ ചാർത്തുമ്പോൾ, അയാളെ നശിപ്പിക്കാൻ വേണ്ടി കേസുകൾ എടുക്കുമ്പോൾ, അയാൾ എന്ത് ചെയ്ത തെറ്റിനുള്ള കേസ് എടുക്കട്ടെ, അയാളെ നശിപ്പിക്കാൻ വേണ്ടി കേസ് എടുക്കുമ്പോൾ അതിന് കൂട്ടി നിൽക്കാൻ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം, ഇന്ന് എന്റെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ കോഴിക്കോട് പോയി. കോഴിക്കോടായിരുന്നു എന്റെ കേസ്. ആ കേസിനിടയിൽ 2 സംഭവങ്ങൾ ഞാൻ കണ്ടു. എന്റെ മാന്യ പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം ഇത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. ഹൃദയം നുറുങ്ങുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ചാനലുകൾ ഉണ്ടല്ലോ, കോലും തൂക്കി നടക്കുന്ന ഈ ചെന്നായി കൂട്ടങ്ങൾ, ഈ കഴുകന്മാർ, ഈ പേപ്പട്ടികൾ തൊലച്ചു കളഞ്ഞ 2 ജീവിതങ്ങളെ ഞാൻ അവിടെ കണ്ടു. ആ പേപ്പട്ടികൾക്കൊപ്പം നമ്മുടെ സർക്കാരും, ഈ സർക്കാർ, നിലവിലുള്ള ഈ സർക്കാരും എന്താണ്, ഇരയ്ക്കൊപ്പം. ആർക്കൊപ്പം? ഇരയ്ക്കൊപ്പം. പോക്സോ കേസിലെ ഇരയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ, പോക്സോ കേസിൽ പീഡനം നടന്നു കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ കള്ളപ്പരാതിക്കൊപ്പമാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പോലീസും. ആ പരാതി ശരിയായ പരാതിയാണോ എന്ന് അന്വേഷിക്കില്ല. കേസ് പോക്സോയാണോ? ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെതിരെയും കേസ് കൊടുക്കാം, ആർക്കെതിരെ എന്തു പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് തെളിയിച്ചോണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ തൊട്ടടുത്ത ടൗണിലേക്ക്, ഒരു 10, 20, 30 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ടൗണിലേക്ക് ബസ്സിൽ നിങ്ങൾ പോയി എന്ന് കരുതുക. ബസ്സിൽ പോയതിന് നിങ്ങളുടെ തെളിവുണ്ടാവും, ടിക്കറ്റ്. നിങ്ങൾ പോയി എന്നതിന് തെളിയിക്കാൻ നിങ്ങളെ ടിക്കറ്റ് കൊടുത്താൽ മതി. നിങ്ങൾ പോയില്ല എന്ന് തെളിയിക്കാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും തെളിവെടുത്ത് ഹാജരാക്കാൻ കഴിയുമോ? ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. മൊബൈൽ ഫോൺ പെരയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൊബൈൽ ഫോൺ പെരയിൽ വെച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കാതെ പോയി എന്ന് പോലീസ് എഴുതി വെക്കും. നിങ്ങൾ തെളിയിക്കണം. ഞാൻ ഇന്ന് പറയുന്നത് 2 പേരുടെ കേസാ. ഒന്നൊരു സ്കൂൾ മാഷ. ഈ പറയുന്ന ചാനൽ, ഈ പേപ്പട്ടികളുണ്ടല്ലോ, അവർ പറഞ്ഞ് ജീവിതം തൊലച്ച ഒരു മാഷ്. ആ മാഷ് തന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി, 10, 13, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു വേണ്ടാത്ത ഒരു ബന്ധത്തിലേക്ക് പോകുന്നത് ആ മാഷ് അറിഞ്ഞു. ആ ചെറുപ്പക്കാരനാണ്, കുഴപ്പക്കാരനാണ്. മാത്രമല്ല ഈ കുട്ടി മൈനറാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ കുട്ടിയെ വിളിച്ച് ഉപദേശിച്ചു. ഈ കുട്ടി ഒരു പക്ഷെ ഇത്തരത്തിലാണ് എന്ന് വീട്ടിൽ ഈ അധ്യാപകൻ പറയുമെന്ന് കരുതി ഒരു പോക്സോ കേസ് എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു. അത് കേരളത്തിലെ മാധ്യമങ്ങൾ, ഈ പറയുന്ന പേപ്പട്ടി മാധ്യമങ്ങൾ മുഴുവൻ വാർത്തയാക്കി. എന്താണ് സത്യമെന്ന് അന്വേഷിച്ചില്ല. പോലീസ് സത്യം എന്താണെന്ന് അന്വേഷിച്ചില്ല. എല്ലാം അന്വേഷിച്ച് കുറ്റപത്രം, റിമാൻഡ് റിപ്പോർട്ട്, ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കും. ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. അവസാനം കേസ് പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് ഒരു പശ്ചാത്താപം. ആ പെൺകുട്ടി കോടതിയിൽ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയതാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റോൻ തള്ളിത്തിരിഞ്ഞു പോയി. ഈ കാമുകന് വേണ്ടിയിട്ടായിരുന്നു നിന്നിരുന്നത്. അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ കാമുകൻ ഇട്ടിട്ട് പോയി. അവനെതിരെ പോക്സോ ഇല്ല. മനസ്സിലാക്കണം, അവനെതിരെ പോക്സോ ഇല്ല. അത് തെറ്റ് തിരുത്താൻ പോയ ഈ അധ്യാപകനെതിരെ പോക്സോ. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ വഷളാക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? ആ അധ്യാപകൻ അയാളുടെ വീടും പറമ്പും എല്ലാം വിറ്റ് കേസ് പറഞ്ഞു. വേറെ നിവൃത്തിയില്ല, വരുമാനം വേണ്ടേ, ജോലിയില്ല, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു.
വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ച് നയിച്ചുണ്ടാക്കിയ ചെറിയൊരു വീട്, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, ഉള്ള വരുമാനം കൊണ്ട് വയറ് മുറുക്കി കെട്ടി കഴിഞ്ഞു വന്നിരുന്ന കുടുംബം, അവസാനം ആ വീടും പറമ്പും എല്ലാം വിറ്റ് അയാൾക്ക് കേസ് പറയേണ്ടി വന്നു. ആ കേസ് പറഞ്ഞുകൊണ്ട് അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കേസ് പുരോഗതിയിലേക്ക് പ്രോസിക്യൂഷനും മറ്റും വാദിച്ചങ്ങട്ട് കത്തി കയറി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, തെളിവുകൾ നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെൺകുട്ടി ഒന്ന് പറയുന്നത് പറ്റിപ്പോയി, തെറ്റാണ് എന്ന്. കോടതി അടുത്ത സിറ്റിംഗിൽ വിധി പറയാനിരിക്കുകയാണ്. വെറുതെ വിടും, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് വിധി പറയാൻ പോകുന്നത്. എനിക്കറിയാം ഇന്ന് അതിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കഥ തീർന്നോ? കഥ തീർന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കഥ തീർന്നോ? അയാളുടെ മുഴുവൻ സമ്പാദ്യം നഷ്ടപ്പെട്ടില്ലേ? അയാളുടെ ജീവിതം മുഴുവൻ തകർന്നില്ലേ? അയാളുടെ കുടുംബം മുഴുവൻ വഴിയാധാരമായില്ലേ? ഇനി അയാൾ നഷ്ടപ്പെട്ട സ്വത്തുവകകൾ ഉണ്ടാക്കാൻ ആകെ 10 സെന്റ് സ്ഥലമാണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തിരിച്ചുണ്ടാക്കിയ ഒരു വീട് വെക്കാൻ എന്തോരം പണിയെടുക്കണം. ഇനി കഴിയുന്നുണ്ടോ ആ മനുഷ്യന്, പാവ മനുഷ്യന്? ഇതാണ് ഇവിടെ നിയമത്തിന്റെ കുഴപ്പം. ഇനി ഒന്നുകൂടി ഉണ്ട്. ആ കേസ് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കേസാണ്. അതിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഒരു പാവം ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അതും ഈ മാധ്യമങ്ങൾ, അതായത് ദേവദാസി അടക്കം തുണിയുരിഞ്ഞ് ആഘോഷിച്ചിട്ടുള്ള ഒരു കേസാണത്. വലിയ ആഘോഷിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയകളൊക്കെ അലക്കിയിട്ടുള്ള ഈ പേപ്പട്ടികളെല്ലാം കോലും തൂക്കി വാദോരത സംസാരിച്ചിട്ടുള്ള വലിയൊരു കേസാണത്. ആ കേസ് അവസാനം എന്ത് സംഭവിച്ചു? അത് കള്ളക്കേസാണെന്ന് കോടതിയിൽ തെളിഞ്ഞു. അത്തരത്തിലുള്ള ഇന്റർകോഴ്സ് അടക്കമുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല, ഒരു മെഡിക്കലുമില്ല, ആ കുട്ടിയെ ഒന്നും സംസാരിച്ചിട്ടില്ല. കേസ് കൊടുപ്പിച്ചവർ കോടതിയിൽ ബബ്ബബ്ബ അടിച്ചു. അവസാനം അവർ സമ്മതിച്ചു വൈരാഗ്യം കൊണ്ട് കേസ് കൊടുത്തതാണ് എന്ന്. പക്ഷെ അത്രത്തോളം എത്തി ആ കേസ് തീർന്നപ്പോ, കേസ് പ്രതി എന്ന് ചേർക്കപ്പെട്ട ആളെ വെറുതെ വിട്ടപ്പോ എന്ത് സംഭവിച്ചെന്നറിയാം? ഓട്ടോറിക്ഷ ഓടുന്ന ഒരു പാവം ഒരു സഹോദരനായിരുന്നു അത്. ആ ഓട്ടോറിക്ഷ ഓടി കിട്ടുന്ന ചെറിയൊരു പൈസയിൽ നിന്ന് വരുമാനം കൊണ്ട് കുട്ടികളെയും പഠിപ്പിച്ച് ആ കുടുംബവും നോക്കി കഴിഞ്ഞു പോകുന്ന ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ. അവന്റെ ആ 10 സെന്റ് സ്ഥലം, അവനുണ്ടായിരുന്ന ഒരു 10 സെന്റ് സ്ഥലം, ചെറിയൊരു ഓടിട്ട വീട്, അത് വിൽക്കേണ്ടി വന്നു കേസ് പറയാൻ. ഏതാണ്ട് 3-4 കൊല്ലം കേസ്, 2-3 കൊല്ലത്തിലധികം കേസ് പറഞ്ഞ് ആ അവസാനം അത് വിട്ടു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കിടപ്പാടം പോയി. ഇന്ന് പെരുവഴിയില്ല. കോടതി വെറുതെ വിട്ടു. പക്ഷെ ആ കള്ളക്കേസ് കൊടുത്തവരോ? അവർക്ക് ഒരു പരാതിയില്ല, അവർക്കെതിരെ ഒരു നടപടിയില്ല, യാതൊന്നുമില്ല. ഇയാളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു, പൊയ്ക്കോന്നാ പറയുന്നത്. അതായത് ഒരാളെ നശിപ്പിക്കാൻ, ഒരാളെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് മോഷണമോ പിടിച്ചുപറിയോ അയാളെ ശല്യപ്പെടുത്തോ തല്ലയോ കൊല്ലയോ ഒന്നും ചെയ്യണ്ട, വളരെ എളുപ്പമാണ് എന്ന് നിയമം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പോക്സോ തിരുത്തണം. അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ വ്യാജ പോക്സോ കേസ് കൊടുത്താൽ മതി. ആ വ്യാജ പോക്സോ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്തോളും, റിമാൻഡ് ചെയ്തോളും. അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കേസ് പറഞ്ഞോളും. ഒരു 3-4 കൊല്ലം കേസ് പറയുമ്പോഴേക്കും അയാളുടെ വീടും സ്ഥലവും എല്ലാം പോയി, അയാളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് അയാൾ കുത്തുപാള എടുത്തോളും. അതിനുശേഷം കേസ് വെറുതെ വിട്ടാലും ഇവിടെ ഈ പരാതി കൊടുത്ത ആളിന് യാതൊരുവിധ നടപടിയുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ കൈകാര്യം ചെയ്താൽ പോലെ നമുക്ക് ആരോടാണോ വൈരാഗ്യമുള്ളത് എന്ന് അവരെയൊക്കെ. അതുകൊണ്ട് പോക്സോ പോലുള്ള കേസുകൾ അടിയന്തരമായി അതിന്റെ നിയമം മാറണം. ആരാണോ ഈ കേസ് കൊടുക്കാനായി മുന്നിട്ട് നിൽക്കുന്നത്, അവരുടെ സ്വത്തുവകകൾ വ്യാജ കേസാണെന്നുണ്ടെങ്കിൽ ആ കേസ് നടത്തിപ്പിന് ആ പ്രതിക്ക് ചെലവായിട്ടുള്ള പണം വാദിയുടെ കുടുംബത്തിൽ നിന്ന് ഈടാക്കുന്ന ഒരു സാഹചര്യം വരണം. ആ സാഹചര്യം വന്നില്ലെങ്കിൽ നടക്കില്ല. ഇവിടെ കുട്ടികളൊന്നും അല്ല പരാതി കൊടുക്കുന്നത്, മുതിർന്നവരാ പരാതി കൊടുക്കുന്നത്. അത് കോടതികൾക്ക് ബോധ്യമാകുകയും ചെയ്യും. അത്തരത്തിൽ വ്യാജ പരാതിയാണെന്നുണ്ടെങ്കിൽ കേസ് നേരെ തിരിയും. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് മാത്രമല്ല, ആ പ്രതിക്ക് എന്ത് ശിക്ഷയാണോ ലഭിക്കാൻ സാധ്യതയുള്ളത് ആ ശിക്ഷ സ്വയം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ക്ലോസും കൂടി എഴുതി ചേർത്തിട്ട് വേണം ഈ നിയമം അപ്ഗ്രേഡ് ചെയ്യാൻ. അത് ചെയ്തേ പറ്റൂ. കാരണം ഇന്ന് മാത്രം ആ കോടതിയിൽ ഞാൻ എന്റെ കേസുമായി ബന്ധപ്പെട്ടോടെ കാത്തു നിൽക്കുമ്പോൾ 2 കേസാണ് പറഞ്ഞത്. ആ മാഷ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഇവിടെ മാധ്യമങ്ങൾ വലിയ ഫോട്ടോ വെച്ച് തന്റെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച വലിയൊരു മാഷ, പക്ഷെ കള്ളക്കേസാ. അതുപോലെ മറ്റൊരു ഫോട്ടോയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവര് രണ്ടുപേരും ഞാനിവിടെ കാണിക്കാത്തത് ആവശ്യത്തിലധികം അവർ മനസ്സ് നേറിയവരാ, ആവശ്യത്തിലധികം അവർ നശിച്ചു പോയവരാ, ജീവിതം തോലഞ്ഞു പോയവരുടെ എല്ലാ സമ്പാദ്യവും ഒരു ആയുസ്സിൽ അവരുണ്ടാക്കി എല്ലാം നശിച്ചുപോയി. ഇത് മാറണം. ഈ മാധ്യമ പേപ്പട്ടികളും ഇവിടുത്തെ സർക്കാരും ഇര എന്ന് പറഞ്ഞപ്പോ കോലും തൂക്കി അങ്ങോട്ട് ഇറങ്ങാണ്. ശരിക്കും ഇരയാണോ എന്ന് ശരിക്കും അന്വേഷിച്ചിട്ട് നടപടി എടുത്താൽ മതി. അന്വേഷിച്ച് കുറ്റവാളിയാണെന്ന് കണ്ടാൽ മാത്രം അയാളെ അറസ്റ്റ് ചെയ്താൽ മതി എന്നൊരവസ്ഥ വരണം. അയാളെ കേസൊക്കെ പിന്നെ അയാൾ കുറ്റവാളിയാണ് മാത്രം കോടതിയിൽ പോയാൽ മതി. പോലീസ് പിന്നെ എന്തിനാ വേണ്ടിയിട്ടാ? ഒരാൾ പരാതി കൊടുക്കുമ്പോൾ ഉടനെ FIR ഇട്ട് അയാളെ തൂക്കി ജയിലിലടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ പോലീസിന്റെ ആവശ്യമുണ്ടോ? അന്വേഷിച്ച് കണ്ടെത്തി അത് ശരിയായ കേസാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം പോക്സോ കേസുകൾ അല്ലെങ്കിൽ പീഡന കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ കുടുംബസമേതം കാണേണ്ടി വരും. ഇന്ന് ഞാൻ കേട്ടത് 2 കേസാ. അതിൽ ഒരു കേസ് കുറെ മുമ്പേ വെറുതെ വിട്ടതാ. അതൊരു ആവശ്യമായി വന്നപ്പോ റോഡരികിൽ എന്നെ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞു. പറഞ്ഞതാണ് കേസ് വെറുതെ വിട്ടു സാബു,
കാര്യം ശരി തന്നെ, പക്ഷെ ഞാനിന്ന് തെരുവില, ഞാനിന്ന് വാടക വീട്ടില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് ആ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യം സ്വന്തമായ ഒരു കയറി കിടക്കുന്ന ഒരു വീടുണ്ടായിരുന്നു, അത് വിറ്റ് കേസ് പറയേണ്ടി വന്നു. ഈ കള്ള കേസിൽ, വ്യാജ പോക്സോ കേസിൽ കൊടുത്തവർക്ക് കഴിഞ്ഞു. അതുപോലെ മറ്റു അധ്യാപകൻ ഉള്ള ജോലി പോയി. അടുത്ത സിറ്റിംഗിൽ അയാളെ വെറുതെ വിടുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടുമെന്ന് ഉടയുന്ന പോലെ തന്നെ അറിയാം. ഇനി അഥവാ തിരിച്ചു കിട്ടിയാലും അയാളെ കുറിച്ച് നാട്ടുകാരെ അറിയുന്നത് എങ്ങനെ? ഇയാളെ വലിയ പദവി ഈ മാധ്യമങ്ങളെല്ലാം കൂടി ചാർത്തി കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. കേസ് വെറുതെ വിട്ടതിനെ കുറിച്ച് ഒരക്ഷരം വരാനും പറയുന്നു കരുതണ്ട. ഒത്തിരി കേസുകൾ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേസായാലും ദിലീപിന്റെ കേസായാലും ഈ രണ്ട് സാധുക്കളുടെ കേസായാലും ആരുടെ കേസായാലും ഈ മാധ്യമങ്ങൾ, ഇവിടുത്തെ സർക്കാർ, അവർ ഇരയുടെ പേരിൽ ഇരയെ സഹായിക്കുന്നതിന്റെ പേരിൽ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ കുരുതി കൊടുക്കുകയാണ്. കള്ളക്കേസുകളിൽ, വ്യാജ കേസുകളിൽ ഇവിടുത്തെ സാധുക്കളെ കുരുതി കൊടുക്കുകയാണ്. അങ്ങനെ കുരുതി കൊടുക്കുന്ന ഒരു നിയമ സംവിധാനം എത്ര നല്ലത് എന്ന് പറഞ്ഞാലും അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം അതുണ്ടെങ്കിൽ, നിരപരാധികളുടെ ജീവിതം തകർന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. കാരണം ഇവിടുത്തെ നിയമവും ഇവിടുത്തെ നീതിയുമെല്ലാം സാധാരണക്കാരനും അല്ലാത്തവർക്കും ഒരുപോലെ അവന്റെ ജീവനും ജീവിതവും സുരക്ഷിതപ്പെടുത്താനുള്ളതാണ്. Different angles. Don't forget to subscribe and support this channel.